വാങ്ങി. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. ഗാസയിലെ ഭരണം ഔദ്യോഗികമായി രാജിവെച്ചിരിക്കുകയാണ് ഹമാസ് നേതൃത്വം. 20 കൊല്ലം നീണ്ട ഹമാസ് ഭരണത്തിന് അന്ത്യം. ഇസ്രായേലിന്റെ ചരിത്ര വിജയവും യുദ്ധ നേട്ടവും. വിവരം ഹമാസ് മീഡിയ ഓഫീസ് മേധാവി ഇസ്മായിൽ അൽ തവാബ്ദ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഗാസ ഇനി US ഇസ്രായേൽ അറബ് നിയന്ത്രിത ട്രിബ്യൂണൽ ഭരിക്കാൻ സാധ്യത. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഗാസ മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണസമിതി പിരിച്ചുവിട്ടതായി പലസ്തീൻ സംഘടനയായ ഹമാസ് പ്രഖ്യാപിച്ചു. സിവിൽ ഭരണം നടപ്പിലാക്കുന്നതിനായി ഒരു ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് അധികാരം കൈമാറുന്നതിന്റെ ഭാഗമായാണ് ഈ നിർണായക നീക്കമെന്നാണ് റിപ്പോർട്ട്. ഹമാസ് ഗവൺമെന്റ് കമ്മീഷൻ തലവൻ തന്റെ രാജി സമർപ്പിച്ചതായും ഭരണപരമായ മാറ്റങ്ങൾ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചതായും ഹമാസ് മീഡിയ ഓഫീസ് മേധാവി ഇസ്മായിൽ അൽ തവാബ്ദ സ്ഥിരീകരിച്ചു. നാഷണൽ കമ്മിറ്റി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എന്ന പുതിയ സമിതിയായിരിക്കും ഇനി ഗാസയുടെ ഭരണം നിർവഹിക്കുക. 2025 ഒക്ടോബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയെ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒപ്പിട്ട വെടിനിർത്തൽ കരാറിന്റെയും സമാധാന ഉടമ്പടിയുടെയും ഭാഗമായാണ് ഈ സമിതി രൂപവൽക്കരിച്ചത്. 2006 തിരഞ്ഞെടുപ്പിന് ശേഷം 20 വർഷമായി ഗാസയിൽ ഹമാസാണ് ഭരണം നടത്തുന്നത്. പുതിയ ഭരണമാറ്റത്തോടെ ഗാസയിലെ ഭരണപരമായ ചുമതലകളിൽ നിന്നും ഹമാസ് ഭരണപരമായി പിന്മാറും. അധികാര കൈമാറ്റം നടക്കുമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. കരാറിലെ ചില വ്യവസ്ഥകളെ ചൊല്ലി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുന്നതാണ് ഇതിന് കാരണം. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക, ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പ്രകാശിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ പുതിയ ഭരണസമിതിയായ NCAG അംഗങ്ങൾ മാസങ്ങളായി ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും ഇസ്രായേൽ തടയുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഗാസയിലേക്കുള്ള അവശ്യ സഹായങ്ങൾ എത്തിക്കുന്നതിനും തർക്കങ്ങൾ തടസ്സമാകുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ സൈന്യം 2 വർഷത്തിനിടെ കൊന്നുകളഞ്ഞത് 20,000 കുട്ടികളെയാണെന്നും മനഃപൂർവ്വം കുട്ടികളെ ലക്ഷ്യമിട്ടതിനും കൊന്നൊടുക്കിയതിനും തെളിവുണ്ടെന്നും ഗാസയിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യക്കുരുതി നടത്തിയെന്നും സ്ഥിരീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ സമിതി രംഗത്ത് വന്നിരുന്നു. 2021-നും 2025-നും ഇടയിൽ 20,000 കുട്ടികളെ ഇസ്രായേൽ സൈന്യം കൊന്നൊടുക്കിയതായി അന്വേഷണ സമിതി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരുന്നു. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷവും ഇസ്രായേൽ തങ്ങളുടെ ക്രൂരത തുടർന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് ഇസ്രായേൽ തള്ളുകയും ചെയ്തിരുന്നു. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യം പലസ്തീൻ കുട്ടികളെ ബോധപൂർവ്വം ലക്ഷ്യമിട്ട് ആക്രമിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ ഈ നടപടികൾ വംശഹത്യ, മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ, യുദ്ധക്കുറ്റങ്ങൾ എന്നിവയുടെ പരിധിയിൽ വരുന്നതാണെന്നും UN ജൂൺ 23-ന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഗാസയിലെ പലസ്തീനുകളുടെ ഭാവി തകർക്കാൻ ബോധപൂർവമായ തന്ത്രത്തിന്റെ ഭാഗമായാണ് കുട്ടികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ നിന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ മാത്രം കുറഞ്ഞത് 20,179 കുട്ടികൾ കൊല്ലപ്പെടുകയും 44,143 കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആകെ കൊല്ലപ്പെട്ടവരുടെ 30% വരും. മുൻകാല സംഘർഷങ്ങളെ അപേക്ഷിച്ച് കുട്ടികൾ കൊല്ലപ്പെടുന്ന നിരക്ക് ഈ യുദ്ധത്തിൽ വളരെ കൂടുതലാണ്. 2025 ഒക്ടോബറിൽ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും അത് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടികൾ തുടരുകയും കുട്ടികളെ കൊന്നൊടുക്കുകയും ചെയ്യുന്നതായി കമ്മീഷൻ ചെയർമാൻ ശ്രീനിവാസൻ മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കൂട്ട അറസ്റ്റുകളിലൂടെ തടവിലാക്കപ്പെടുന്ന പലസ്തീൻ കുട്ടികൾ ക്രൂരമായ മർദ്ദനങ്ങൾക്കും നഗ്നരാക്കി നിർത്തുന്നതുൾപ്പെടെയുള്ള ലൈംഗിക ശാരീരിക അതിക്രമങ്ങൾക്കും ഇരയായി. ഗാസയിലെ ആശുപത്രികളിലും സ്കൂളുകളും തകർത്തതിലൂടെ കുട്ടികളുടെ കുട്ടിക്കാലം ഇല്ലാതാക്കുകയും അവരുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്തു. ജനനനിരക്ക് കുറയ്ക്കുന്നതിനായി പ്രസവ ചികിത്സാ കേന്ദ്രങ്ങളും IVF ലബോറട്ടറികളും ഇസ്രായേൽ ആസൂത്രിതമായി തകർത്തതായും റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.